നമസ്കാരം. അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി IPS ഉദ്യോഗസ്ഥയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ രംഗത്ത് വരുമ്പോഴും ചർച്ചയാകുന്നത് മലയാളി IPS ഓഫീസറുടെ ധീരത. സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി IPS ഉദ്യോഗസ്ഥയായ VS അഞ്ജന കൃഷ്ണയെയാണ് അജിത് പവാർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത്. അജിത് പവാർ IPS ഉദ്യോഗസ്ഥയുമായി ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ സംഭവം വലിയ വിവാദമായിരുന്നു. അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ അഞ്ജന കൃഷ്ണ മഹാരാഷ്ട്രയിലെ കർമ്മല DSP ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2022 അഞ്ജന കൃഷ്ണ സിവിൽ സർവീസ് നേടിയത്. 2022-2023 വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 385-ാം റാങ്കുകാരിയായിരുന്നു. പിതാവ് ബിസിനസ്സുകാരനും അമ്മ വഞ്ചിയൂർ കോടതിയിലെ ടൈപ്പിസ്റ്റുമാണ്. 4ാം ശ്രമത്തിലായിരുന്നു അഞ്ജന സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലും തിരുവനന്തപുരം NSS വനിതാ കോളേജിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസം. ഇതിനുശേഷമാണ് അഞ്ജന സിവിൽ സർവീസിലെത്തുന്നത്. മലയൻകീഴ് ആൽത്തറ ജംഗ്ഷൻ ദേവൂസാണ് അഞ്ജനയുടെ വീട്. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളമായിരുന്നു വിഷയം. ഖനന മാഫിയകളെ പൂട്ടിയ അഞ്ജന മഹാരാഷ്ട്രയിലെ NCPയുടെ കണ്ണിലെ കരടായി മാറുകയാണ്. മലയൻകീഴിന് അടുത്താണ് മൂക്കുന്നിമല. ഖനന മാഫിയയുടെ ഇരയായിരുന്നു ഒരു കാലത്ത് മൂക്കുന്നിമല. നിരവധി പാരിസ്ഥിതിക പ്രതിഷേധങ്ങൾ ഉയർന്ന നാടാണ് മൂക്കുന്നിമല. അതിന് തൊട്ടടുത്ത് നിന്നുള്ള IPSകാരിക്ക് ഖനനത്തിന്റെ ദോഷവശം നന്നായി അറിയാം. അതുകൊണ്ടാണ് കടുത്ത നടപടികളെടുത്തത്. IPS ഉദ്യോഗസ്ഥയുമായി ഒരു NCP പ്രവർത്തകന്റെ ഫോണിലാണ് അജിത് പവാർ സംസാരിച്ചത്. ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്നും നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആദ്യം ഫോണിലൂടെ പറഞ്ഞത്. എന്നാൽ IPS ഉദ്യോഗസ്ഥയ്ക്ക് അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്റെ നമ്പറിലേക്ക് വിളിക്കാനും ഇവർ അജിത് പവാറിനോട് ആവശ്യപ്പെട്ടു. ഇതോടെ ഉപമുഖ്യമന്ത്രി കുപിതനായി. നിങ്ങൾക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കുമെന്ന് അജിത് പവാർ പിന്നീട് ഉദ്യോഗസ്ഥയോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ കാണണമല്ലേ? നിങ്ങളുടെ നമ്പർ തരൂ, അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ വിളിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം മനസ്സിലാകും. ഇതുപോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നും അജിത് പവാർ ചോദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് പവാറിനെ ക്ഷുഭിതനാക്കിയായിരുന്നു അഞ്ജന കൃഷ്ണയുടെ മറുപടി. സംഭവം വിവാദമായതോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാകാതിരിക്കാനുമാണ് താൻ ശ്രമിച്ചതെന്നായിരുന്നു അജിത് പവാറിന്റെ വിശദീകരണം. IPS ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ വിവാദമായതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമമായ Xലൂടെയാണ് അജിത് പവാർ വിശദീകരണം നൽകിയത്. പോലീസിനെ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നില്ല ഉദ്ദേശം. സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാകാതിരിക്കാനുമാണ് ഇടപെട്ടത്. പോലീസ് സേനയോടും വനിതകളടക്കമുള്ള അതിലെ ഉദ്യോഗസ്ഥരോടും വലിയ ബഹുമാനമാണ് തനിക്കുള്ളത്. അതിലുപരി നിയമവാഴ്ചയെ അങ്ങേയറ്റം വിലമതിക്കുകയും ചെയ്യുന്നു. മണൽ ഖനനം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമമനുസരിച്ച് കർശനമായി കൈകാര്യം ചെയ്യുന്നത് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്ത് വന്നു. അജിത് പവാറിന് ഉപമുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും മഹാരാഷ്ട്രയെ അദ്ദേഹം കള്ളന്മാരുടെ സംസ്ഥാനമാക്കി മാറ്റിയെന്നും ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. അതേസമയം NCP നേതാവ് സുനിൽ താക്കറെയും റവന്യൂ മന്ത്രിയും BJP നേതാവുമായ ചന്ദ്രശേഖർ ഭവാൻകുളയും അജിത് പവാറിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അജിത് പവാർ IPS ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അത് അദ്ദേഹത്തിന്റെ സാധാരണ രീതിയിലുള്ള സംസാരമാണെന്നുമായിരുന്നു ഇവരുടെ ന്യായീകരണം. ഇത് അദ്ദേഹത്തിന്റെ സാധാരണ സംസാര രീതിയാണ്. ഇതേ സ്വരത്തിലാണ് അദ്ദേഹം ഞങ്ങളോടും സംസാരിക്കാറുള്ളത്. ആ ഉദ്യോഗസ്ഥ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരുടെ പരാതികൾ പറയും. അതാണ് അജിത് പവാർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതെന്ന് NCP മഹാരാഷ്ട്ര പ്രസിഡന്റ് സുനിൽ താക്കറെ വിശദീകരിച്ചു.